അപ്പോൾ ഗൈസ് നമ്മുടെ ഭക്ഷണത്തിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി ബീട്രൂട്ട് അച്ചാർ. ബീട്രൂട്ട് അച്ചാർ എങ്ങനെ നമുക്കൊരു 5 മിനിറ്റിൽ ഉണ്ടാക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ലൈവ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വേണ്ടത് ബീട്രൂട്ട് തന്നെയാണ്. ആദ്യം 2 ബീട്രൂട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ കുറച്ച് അച്ചാർ പൊടി എടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ് വേണം, കുറച്ച് വെള്ളം വേണം. അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക് ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി വളരെ കുറച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് എണ്ണ വേണം, അതുപോലെ സുർക്ക വേണം. അങ്ങനെ ആകെ ഈ കാണുന്ന സാധനങ്ങൾ മാത്രം മതി നമ്മുടെ ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി. നമുക്ക് അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ആദ്യം തന്നെ അടുപ്പ് കത്തിച്ച് അതിൽ പാത്രം വെച്ച് അതിലേക്ക് നമ്മൾ പാത്രം ചൂടായതിനു ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ എണ്ണ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ആ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച നമ്മുടെ പച്ചമുളക്, അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി, അതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ച നമ്മുടെ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വേണം, അധികം മൂക്കണ്ട, എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂത്ത് വരണം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ നമുക്കിതൊന്ന് മൂത്ത് വരട്ടെ, അതിനുശേഷമാണ് നമ്മുടെ ബാക്കി. അപ്പോൾ ഗൈസ് നമ്മുടെ ഐറ്റം അടുപ്പത്ത് കിടന്ന് നല്ലോണം മൂത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള അച്ചാർ പൊടി ചേർത്ത് കൊടുക്കണേ. നമ്മൾ ആവശ്യത്തിനുള്ള അച്ചാർ പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കും. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് അതും നല്ല പോലെ ഒന്ന് ഇളക്കുക. നല്ല പോലെ ഒന്ന് ഇളക്കി സെറ്റാക്കുക. നമ്മുടെ എണ്ണയും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി നമ്മുടെ അച്ചാർ പൊടിയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാം ആയിട്ടൊന്ന് മിക്സായി വരണം. മിക്സായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കണേ. 2 ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. 2 ബീട്രൂട്ടിലേക്ക് വേണ്ട സാധനങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ബീട്രൂട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ബീട്രൂട്ട് നല്ല പോലെ നമ്മുടെ അച്ചാറിൻ്റെ മസാലയായിട്ടൊന്ന് സെറ്റാവുന്നവരെ ഇളക്കി കൊടുക്കുക. നമ്മൾ വെള്ളം തീരെ ചേർക്കുന്നില്ല കേട്ടോ. നല്ല പോലെ ഒന്ന് ഇളക്കി സെറ്റ്. ബീട്രൂട്ടും മസാലയും കൂടി ഒന്ന് മിക്സ് ആയതിനു ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് സുർക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. സുർക്ക ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി സെറ്റാക്കുക. നല്ല പോലെ നമ്മുടെ മസാലയും അതുപോലെ തന്നെ ബീട്രൂട്ടും നമ്മളെ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം മിക്സ് ആവുന്ന വിധത്തിൽ നല്ല പോലെ ഇളക്കി സെറ്റാക്കി നമ്മുടെ ബീട്രൂട്ട് അച്ചാർ അടുപ്പത്ത് വെച്ച് അത്യാവശ്യം ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കി മറ്റൊരു ഭരണിയിലേക്കോ പാത്രത്തിലേക്കോ ഒക്കെ മാറ്റി നമുക്ക് നമ്മുടെ ഫുഡിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. വളരെ കുറഞ്ഞ സമയം, നിങ്ങൾക്കറിയാമല്ലോ, മാക്സിമം നമ്മളൊരു 5 മിനിറ്റ് പോലും എടുത്തിട്ടുണ്ടാവില്ല. ആ സമയം കൊണ്ട് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ബീട്രൂട്ട് അച്ചാർ. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു അച്ചാർ കൂടിയാണ് ബീട്രൂട്ട് അച്ചാർ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.